എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വിഷുവാണ്, ന്യൂ ഇയർ ആണ്. സോറി, ടൈലേഡ് വന്നുപോയി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാവുന്നത് നമുക്ക് കുറച്ച് കേക്ക്, കുറച്ച് മീന്, അതൊക്കെ അന്ന് നമ്മൾ ഒരു വീഡിയോയിലേക്ക് പോയിപ്പോൾ കാണിച്ചായിരുന്നു. മീൻ വാങ്ങാൻ അതിൽ നമ്മളിപ്പോൾ കുറേ മീനൊക്കെ ഇരിക്കുന്നത്. ആ മീനും കൊണ്ട് നമ്മളിപ്പോൾ ചെയ്ത് വലിയൊരു മീനാണ്. ആ മീൻ വലിയതാണ്. അമ്മയാണെങ്കിൽ കുറച്ച് സവാള ഉള്ളിലേക്ക് ഇട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്, ലെമണൊക്കെ ഇട്ട്. അപ്പോൾ അതിപ്പോൾ കാണിക്കുന്നില്ല, കളയും. അപ്പോൾ അതിന് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 തുടങ്ങി തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും ഗംഭീര പനിയായിട്ടാട്ടോ. ന്യൂ ഇയറിൻ്റെ അടുത്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ദിവസം വേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും സൗണ്ടൊന്നും ഓക്കെ ആയിട്ടില്ല. പക്ഷെ ഇനി വൈകിച്ചാലേ അടുത്ത വർഷവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സൗണ്ടിൽ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന്. നമ്മളൊരു കൊച്ചു ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം വലിയ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ 3 പേരും മാത്രമുള്ള ഒരു കൊച്ചു സെലിബ്രേഷൻ. ഞാൻ പിന്നെ ആലോചിച്ചു ഈ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ തന്നെ കരുതിയിട്ടോ, നമുക്ക് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കാണാമല്ലോ നമ്മുടെ ദുബായിലെ ആദ്യത്തെ ന്യൂ ഇയർ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ, മെയിനായിട്ട് ഫിഷ് തന്നെയാണ്. പിന്നെ നമ്മൾ ക്രാബ് റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. നമ്മളുടെ അടിപൊളി മീനാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിറയെ മീൻ മേടിച്ചില്ലായിരുന്നോ, അതാണ് ഇടിയപ്പാട്ടോ പിന്നെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ മാത്രമുള്ളൊരു കൊച്ചു ന്യൂ ഇയർ ആയിരുന്നേ. ആശക്കുട്ടൻ്റെ കേക്ക് കട്ട് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഈ കേക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ മുതലേ അവൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണതാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ പറഞ്ഞ് രാത്രി ആവട്ടെ മോനെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അങ്ങനെ കേക്കും ജ്യൂസൊക്കെ ആയിട്ട് നമ്മളുടെ ന്യൂ ഇയർ ആഘോഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതിനുശേഷം ഞങ്ങൾ ജ്യൂസ് ആട്ടോ കുടിച്ച്. ആശക്കുട്ടിന് മാത്രം ഓറഞ്ച് ജ്യൂസ്, ഞങ്ങൾക്ക് പിന്നെ മുന്തിരി ജ്യൂസായിരുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ എന്താ ജ്യൂസ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. കുറച്ച് സമയം എടുത്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോഴേ നല്ല രസമല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തൊന്ന് പോകണമെന്ന് വിചാരിക്കണു. ഞാനും ആശക്കുട്ടിനും ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ന്യൂ ഇയർ കാണാൻ പോകുന്നത്. പുറത്തേക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാട്ടോ ക്രാബ് റോസ്റ്റ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് വന്നപ്പോൾ കുറച്ച് കൊടുത്തായിരുന്നു, അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹരിയേട്ടൻ പിന്നെ ക്രാബിൻ്റെ ആളാണ്. ആദ്യമൊന്നും കഴിക്കത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ക്രാബിൻ്റെ ഫാനായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളുടെ ഡിന്നർ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പുറത്തേക്കൊന്ന് പോയാലോ. അപ്പൊ നമുക്കിനി പുറത്തേക്ക് പോവാട്ടോ. എന്റെ ആശുപത്രിയുടെ ആദ്യത്തെ ന്യൂ ഇയർ ആണ് ദുബായിൽ. അപ്പൊ നമ്മൾ പുറത്തു പോവാകുമ്പോ ഇത് ഇട്ടതാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഭാഗം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അറിയില്ല എന്താണ് പുറത്തുനിന്നുള്ളത്. കണ്ടിട്ട് കാവശ്ശേരി പൂരത്തിന് വെടിക്കെട്ട് കാണാൻ വേണ്ടി എല്ലാവരും പോകും പോലെയാണ് ഇവിടെ. എല്ലാവരും ഡിന്നറൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിട്ടോ. അത്ര വലിയ തണുപ്പ് തോന്നുന്നില്ല അല്ലേ, പക്ഷെ എന്നാലും ചെറിയൊരു കാറ്റുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങൾ ദുബായിലെ ന്യൂ ഇയർ ആഘോഷം ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ നമ്മളുള്ള ദുബായ് കരാമയിലാണ്. ആദ്യമായിട്ട് ദുബായിലെ ന്യൂ ഇയർ കാണാൻ പോകുന്ന 2 പേരുടെ കണ്ണിലൂടെ ആട്ടോ ഈ വീഡിയോ പോകുന്നത്. ഹരിയാട്ട് UAE വന്നിട്ട് 3ാമത്തെ ന്യൂ ഇയർ ആട്ടോ. കഴിഞ്ഞ 2 കൊല്ലം വീഡിയോ കോളിലൂടെ ഞങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നിരുന്നു. ഇപ്പോൾ നേരിട്ട് കാണാൻ പോവാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കാവശ്ശേരി പൂരത്തിന് വൈകിട്ട് വെടിക്കെട്ട് കാണാൻ ഒരു പോക്കുണ്ട് എല്ലാവരും കൂടെ. നമ്മുടെ വീടിൻ്റെ പുറകിലിരുന്നാൽ കാണാൻ പറ്റൂ കേട്ടോ. അതൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത്. ഇതിൽ 90% മലയാളികൾ തന്നെയാണ്.
ദുബായിൽ പല സ്ഥലങ്ങളിലും ഫയർ വർക്ക്സ് നടന്നെങ്കിലും നമ്മുടെ കരാമയിൽ മെയിനായിട്ട് ദുബായ് ഫ്രെയിമിലാട്ടോ നടന്നത്. ഈ പോകുന്ന ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നതാണ്. ഹരിയേട്ടൻ വൈകിട്ട് മുതൽ എന്നോട് പറയുന്നതാണ് വേഗം ഇറങ്ങണം, നിൽക്കാൻ സ്ഥലം കിട്ടില്ല എന്ന്. എന്നാൽ എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, ഇത്ര അധികം ആളുകൾ വരില്ല എന്നുള്ളത്. പക്ഷെ അവിടെ ചെന്നപ്പോഴോ എല്ലാം തെറ്റിപ്പോയിട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നല്ല ജനം ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ കുട്ടിയുള്ളതുകൊണ്ട് അവൻ്റെ പേരും പറഞ്ഞ് നിന്ന് ഫ്രണ്ടിലെത്തിയിട്ടോ. നോക്കൂ എത്ര ആളാന്ന് നോക്കി. ആ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ, അതിൽ മുഴുവൻ ആളുകളാട്ടോ. വീഡിയോയിൽ അത്രയും കാണാൻ പറ്റുന്നില്ല, പക്ഷെ അതിലൊക്കെ നിറയെ ആളുകളായിരുന്നു. ഈ കാണുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിഭാഗവും മലയാളികളാണ്. മലയാളികൾ പിന്നെ എവിടെ ചെന്നാലും നമ്മളുടെ ആയിട്ടുള്ളൊരു സാമ്രാജ്യം ഉണ്ടാക്കാറുണ്ടല്ലേ. ചുമ്മാ കൂവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിന്ന് അവസാനം 12 മണിയായി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വെടിക്കെട്ട്? ഇതിനോടൊക്കെ ഒരുപാട് വീഡിയോസിൽ കണ്ടു കാണുമല്ലേ. എന്നാലും ഞാനെടുത്ത കുറച്ച് വിഷ്വൽസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആഷിക്കുട്ടിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെടിക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുന്നത് വലിയൊരു ടാസ്ക്കായിരുന്നു. കാരണം ഇത്ര ആളുകൾ ഒന്നിച്ച് തിരിച്ചു വരുമ്പോൾ അതിൻ്റേതായുള്ള തിരക്കുണ്ടാവില്ലേ. കരാമയിൽ പിന്നെ ആഘോഷമായിരുന്നു കേട്ടോ. ആരും ആ രാത്രി ഉറങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് ഇവിടെ ദുബായിലെ ന്യൂ ഇയർ കണ്ടത് മറക്കില്ല കേട്ടോ. അത്ര രസമായിരുന്നു. റോഡിലൊക്കെ ആളുകൾ നല്ല ഡാൻസായിരുന്നു. ട്രാഫിക്കിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. മലയാളം പാട്ടും തമിഴ് പാട്ടൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ടായിട്ടോ. നല്ല രസമായിരുന്നു. എന്തായാലും ആഷിക്കുട്ടിന് ഒരുപാട് എൻജോയ് ചെയ്തു. ആഘോഷങ്ങൾ ഒരിക്കലും തീരുന്നില്ല. പക്ഷെ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും അടിപൊളി ഒരു ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ആശംസ വൈകിയാണെങ്കിലും ഈ വർഷം നിങ്ങൾക്ക് അടിപൊളിയാവട്ടെ കേട്ടോ. ഒരുപാട് വീഡിയോസ് ചെയ്യാൻ എനിക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.